കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ജയം പ്രാപിച്ചിരിക്കുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം സ്തോത്രം. എല്ലാറ്റിലും ജയം പ്രാപിക്കാൻ അവിടുന്ന് നമ്മെ ഇടയാക്കുന്നതിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ സ്നേഹം അഗാധമായ സ്നേഹമാണ്, ആഴമായ സ്നേഹമാണ്. അവസാനത്തെ രക്തവും ഊറ്റിത്തന്ന സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ മടക്കിക്കൊടുക്കുവാൻ നമുക്കൊന്നുമില്ല മനുഷ്യമായി. പക്ഷേ ആ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, ആ കർത്താവിനെ രക്ഷകനായി അംഗീകരിക്കുവാൻ, അവിടുത്തെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ നമുക്ക് വേണ്ടി അവിടുത്തെ ജീവനാണ് നൽകിയത്. ജീവൻ നൽകിയവന് തിരിച്ച് നമുക്ക് ജീവൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. മറിച്ച് ജീവനുള്ള കാലത്തോളം ദൈവത്തിൻ്റെ മക്കളായി നിൽക്കുവാൻ, വിശ്വസ്തരായി നിൽക്കുവാൻ, ആ അപ്പച്ചൻ്റെ പാദപീഠത്തിങ്കലേക്ക് കടന്നു ചെല്ലുവാൻ. ജീവൻ കൊടുക്കുവാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത്, നമ്മൾ പോയി യേശു ക്രൂശിക്കപ്പെട്ടതുപോലെ ക്രൂശിക്കപ്പെടാനല്ല, മറിച്ച് ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ ആ നിന്ന ചുമന്നുകൊണ്ട് ആ ക്രൂശീകരണത്തിൻ്റെ ശക്തി അനേകരിലേക്ക് വെളിപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. നമ്മളെ വിടുവിച്ച കർത്താവിനെ, നമ്മളെ സൗഖ്യമാക്കിയവനെ, നമ്മുടെ പാപത്തെ മായ്ച്ചു കളഞ്ഞവനെ പരിചയപ്പെടുത്തുന്നതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നാമും ആ കർത്താവിൻ്റെ മക്കളായി അന്ത്യം വരെ വിശ്വസ്തരായിരിക്കുവാൻ ദൈവം നമ്മളെല്ലാം ഇടയാക്കട്ടെ. പൗലോസ്ലീഹായ്ക്ക് യേശുവിന് വേണ്ടി അനുഭവിച്ച പങ്കപ്പാടുകൾ, അകത്തും പുറത്തുമുള്ള പീഡനങ്ങൾ, ഒരു വലിയ പട്ടിക താൻ നിരത്തി കാണിച്ചിട്ട് പറയുന്നു, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കാൽവറിയിൽ കാണിച്ച മഹാസ്നേഹത്തെ ഓർത്താൽ ഇതിലൊക്കെയും എനിക്കൊരു ജയമുണ്ട്. സകല കഷ്ടങ്ങളെയും ജയിച്ച കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യണം. യേശു പറഞ്ഞില്ലേ, ഞാൻ ലോകത്തെ ജയിച്ചു, എന്നിട്ട് പറഞ്ഞില്ലേ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ. കഷ്ടത്തെയും ലോകത്തെയും സകലത്തെയും ജയിച്ചവനാണ്, മരണത്തെ ജയിച്ചവനാണ്, പാതാളത്തിൻ്റെ വെല്ലുവിളികളെ ജയിച്ചവൻ ഇന്നു പകലിലും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അവിടുന്ന് രാജാതിരാജാവും കർത്താവുമായി തൻ്റെ ജനത്തെ ചേർക്കുവാൻ വേഗം വരുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യുക. ദുഃഖവും മുറവിളിയും മരണവും കണ്ണുനീരും ഇല്ലാത്തൊരു നാട് എനിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ നാട്ടിലേക്ക് എന്നെ കൊണ്ടുപോകാൻ എൻ്റെ കർത്താവ് വരാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവ് വേഗം വരാറായി. എൻ്റെ കർത്താവിൻ്റെ വരവ് വാതിക്കലായി. ഒരു പ്രത്യാശ നമുക്കുണ്ടോ? ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ മാത്രമേ നിലനിൽക്കുകയുള്ളൂ കേട്ടോ. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാകിയാൽ വിശുദ്ധിയോടെ അവിടുത്തെ വരവിനായി നോക്കി പാർക്കുവാൻ, ലോകത്തിൻ്റെ കളങ്കം പറ്റാതെ നമ്മളെ തന്നെ സൂക്ഷിക്കുവാൻ നമുക്കിന്ന് പകലിലും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ സുപരിതമായൊരു വാക്യം നമ്മൾ ആവർത്തിച്ച് പറയുന്ന പ്രസംഗിച്ചിട്ടുള്ള ഒരു വാക്യം,
യെശയ്യാ പ്രവചനം 60:19. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവെളിച്ചം തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സും ആകുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. പ്രകാശിക്കുന്നവർ എഴുന്നേൽക്കണം. പ്രകാശിക്കുന്നവർ അവിടെ കിടക്കുവാൻ പാടില്ല. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട ജാതികളെയും മൂടുമ്പോൾ നിന്നെ അത് മൂടില്ല. കാരണം നിന്റെ മേൽ യഹോവയുടെ പ്രകാശമുണ്ട്. മറ്റു പലരെയും അന്ധകാരം മൂടുമ്പോൾ, അന്ധകാരം പിടിച്ചു നിർത്തുമ്പോൾ, തളച്ചിടുമ്പോൾ, എൻ്റെ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന ഒരു വെളിച്ചമുണ്ട്. അത് ഇരുളിലും ഉദിക്കുന്നതാണ്, ഇരുളിനെ മാറ്റുന്നതാണ്, ഇരുളിൻ്റെ വ്യാപാരത്തെ തച്ചുടയ്ക്കുന്നതാണ്, ആഴത്തിലേക്ക് ഇറങ്ങുന്നതാണ് ആ വെളിച്ചം. പ്രൈസ് ദി ലോർഡ്. വെളിച്ചം കാണിക്കത്തില്ലെന്ന് പിശാച് അവകാശവാദം പറയുമ്പോൾ, യഹോവയുടെ തേജസ് ഉദിക്കുന്ന ഒരു വ്യക്തി അവൻ പ്രകാശിച്ചു കൊണ്ടിരിക്കും. നാം വായിച്ച വാക്യവും അതുതന്നെയാണ്. ഇനിയും പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല. പകൽ ശോഭിക്കുവാൻ സൂര്യനെ ദൈവം സൃഷ്ടിച്ചു. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് സൂര്യനെ വെല്ലുന്ന വെളിച്ചം പകരുവാൻ, ദൈവം സൃഷ്ടിച്ച സൂര്യനേക്കാൾ ഇപ്പുറത്ത് നിന്റെ അകത്തളങ്ങളിൽ വെളിച്ചം പകരുന്ന, നിന്റെ അകത്ത് നിന്റെ സമീപത്ത് വ്യാപരിക്കുന്ന സകല ഇരുളിൻ്റെ ശക്തികളെയും തകർത്തുകൊണ്ട്, സൂര്യൻ നിശ്ചലമായാൽ പോലും, ആ സൂര്യനിനും പകൽ വെളിച്ചം തന്നില്ലെങ്കിൽ പോലും, കുഞ്ഞാട് നിന്റെ വിളക്കാണ് എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ, കുഞ്ഞാട് അതിൻ്റെ വിളക്കാണ്. അവിടെ സൂര്യൻ്റെ ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് സൃഷ്ടിയുടെ അല്ലെങ്കിൽ കരവിരുതിൻ്റെ അടയാളമായ സൂര്യൻ നിന്നുപോയാലും, പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പകൽ നേരത്ത് അതിനേക്കാൾ വെളിച്ചം നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കുന്ന ദൈവ സാന്നിധ്യം, സൂര്യനെ വെല്ലുന്ന വെളിച്ചം പോലെ ശോഭിക്കുന്ന ദൈവ തേജസ് ഈ പകൽ തിരിച്ചറിയാൻ ദൈവമക്കൾ ഇടയാക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രാത്രി നമുക്കറിയാം, നിലവെളിച്ചം തരുന്ന ചന്ദ്രനുണ്ട്. ചന്ദ്രൻ മാഞ്ഞു പോയാലും, ഹല്ലേലൂയ, ഇപ്പുറത്ത് പറയുന്നു, നിന്റെ ദൈവം നിന്റെ തേജസ്സാണ്, നിന്റെ പ്രകാശമാണ്. ധൈര്യത്തോട് പറ, എൻ്റെ യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു എന്ന് ദാവീദ് വിളിച്ചു പറയാനുള്ള കാര്യം അതാണ്. ലോകം വെളിച്ചം കാണിക്കത്തില്ലെന്ന് പറഞ്ഞ അടച്ച മണ്ഡലങ്ങൾ പുറത്തേക്ക് വിടത്തില്ലെന്ന് പറഞ്ഞ് ഒതുക്കപ്പെട്ടത്. പക്ഷേ ദാവീദിന് പറയാൻ കഴിയും, യഹോവ എൻ്റെ വെളിച്ചമാണ്. യഹോവ വെളിച്ചമാണെങ്കിൽ ആർക്കാണ് അതിനെ അടയ്ക്കാൻ കഴിയുന്നത്? ആർക്കാണ് അവിടെ ഇരുട്ട് വരുത്താൻ കഴിയുന്നത്? ഈ പകൽ ദൈവാത്മാവ് പറയുന്നു, ഇനിയും നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവെളിച്ചം തരുന്ന ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് ഒരു ദിവസത്തേക്കെന്നല്ല, നിത്യപ്രകാശം. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു.
തൻ ശിഷ്യന്മാരെ നോക്കി അവിടുന്ന് വീണ്ടും പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. സകല അന്ധകാര മണ്ഡലങ്ങളെയും സകല ദുഷ്ടാത്മസേനകളെയും ഇരുളിൻ്റെ വ്യാപാരമിട്ട് തകർത്ത് കളയാൻ നിൽക്കുന്ന സകല മൂടുപടങ്ങളെയും പൊട്ടിച്ചെറിയുന്ന ദൈവ തേജസ് നിത്യം നമ്മുടെ മേലുണ്ട്. നിത്യം നമ്മുടെ മേലുണ്ട്. എഴുന്നേൽക്കുക, പ്രകാശിക്കുക, ജ്യോതിസ്സുകളെപ്പോലെ പ്രകാശിക്കുക. ഈ പകൽ നമ്മുടെ വെളിച്ചം ശോഭിച്ചാൽ അനേകർ ആ വെളിച്ചത്തിലേക്ക് വരും, അനേകർ ആ കൃപയിലേക്ക് വരും. ദൈവ തേജസ് നമ്മുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. മോശയുടെ മേൽ ദൈവ തേജസ് വന്നപ്പോൾ തൻ്റെ മുഖത്തിൻ്റെ ഭാവം മാറി ത്വക്ക് പ്രകാശിച്ചു. യേസ്, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ആ തേജസ് നമ്മുടെ മേൽ വെളിപ്പെട്ട് വരാൻ എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും? ഈ പ്രഭാതത്തിൽ ഒന്ന് സമർപ്പിക്കാമോ? ആ ദൈവ തേജസ് എന്നെ ഒന്ന് മൂടണമേ യേശുവിൻ്റെ നാമത്തിൽ. ആ നിത്യ തേജസ് ഒരു ദിവസത്തേക്കല്ല, ഒരു മണിക്കൂറത്തേക്കല്ല, ഒരു മാസത്തേക്കല്ല, നിത്യമായി ആ തേജസ്സിനാൽ മൂടപ്പെടാൻ, ആ ദൈവ സാന്നിധ്യത്തിൻ്റെ കീഴിൽ മറയപ്പെടാൻ യേശുവെ എന്നെ ഒന്ന് ഇടയാക്കണമേ. ഇന്ന് പകൽ ദൈവാത്മാവ് ചില ടച്ച് യേശുവിൻ്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം ഒന്ന് തിരിച്ചറിയട്ടെ. ഓ, സൂര്യനല്ല, ചന്ദ്രനല്ല, സൂര്യനെ ചന്ദ്രനെ നിർമ്മിച്ച ദൈവത്തിൻ്റെ തേജസ്. യേസ്, ഹല്ലേലൂയ. ആ ദൈവിക സാന്നിധ്യം യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ട് വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ തേജസ് യഹോവയാണ്, നിത്യ തേജസ്സായി ഇന്ന് പകൽ ഞങ്ങളുടെ മധ്യം വെളിപ്പെടുമ്പോൾ അന്ധകാര മണ്ഡലങ്ങൾ മാറിയിരിക്കാൻ സ്തോത്രം, ദുഷ്ടശക്തികൾ തകർന്നിരിക്കാൻ സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് പകൽ ഇരുളിനെ മാറ്റിയിരിക്കാൻ ആ തേജസ്സിൻ്റെ ശക്തിയാൽ ഇരുളിനകത്ത് കിടക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ വന്നിടത്തേക്ക് തിരിച്ചു പോയിരിക്കാൻ സ്തോത്രം. ദൈവത്തിൻ്റെ പ്രകാശം വന്നിരിക്കുമ്പോൾ, യെസ്, ഞങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കുമ്പോൾ ഇരുളിൻ്റെ സകല വ്യാപാരങ്ങളും അതിനകത്ത് കിടക്കുന്ന ഹിംസ്ര ശക്തികളും ഇന്ന് പകൽ വന്നിടത്തേക്ക് മാറിപ്പോയിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഉദിക്കുന്ന ദൈവ തേജസ്, വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഞങ്ങൾ റിസീവ് ചെയ്യുന്ന പിതാവേ, രോഗികൾ സൗഖ്യമാകട്ടെ. ആത്മാവിൻ്റെ വലിയ പ്രവൃത്തി യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വെളിപ്പെട്ടു വരാൻ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം വഹിക്കുക യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമുക്ക് നിത്യ തേജസ്സും നിത്യപ്രകാശവുമാണ്. ആ പ്രകാശം നമ്മുടെ അകത്തേക്ക് വന്നാൽ നമ്മുടെ അകത്ത് ഇരുളില്ല, നമ്മുടെ കുടുംബത്തിനകത്തിന് ഇരുളില്ല, നമ്മൾ പ്രകാശിക്കുന്നവരായിത്തീരും. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു.